കുഞ്ഞൂട്ടി. അപ്പം രാവിലെ തന്നെ കുമ്മിണി ഓണാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇപ്പോൾ എണീച്ചിട്ടുള്ളത്. ഇനി എന്തായാലും അവൾ ഉറങ്ങാൻ പോകുന്നില്ല. അപ്പം ഇന്ന് എന്തായാലും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പം ഏകദേശം സമയം 10 മണിയാവാറായി. ഇന്ന് ഞാൻ 6 മണിക്ക് എണീച്ചതായിരുന്നു. അപ്പം അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി ഇതാണിപ്പോൾ എൻ്റെ സമയം. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ അവൾ ഓണാണ്. അപ്പോൾ ഇനി ഇതിനിടയ്ക്ക് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം നിന്ന് ചൂടുവെള്ളത്തിന് തുടങ്ങാം. സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ടൈറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയോ നല്ല സാധനങ്ങൾ കഴിക്കും, പക്ഷെ ഒരു ഓർഡർ ഇല്ല, എന്തെന്നാണ് കഴിക്കുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഞാനുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പം പ്രസവരക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് തുടങ്ങാമെന്നാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ചൂടുവെള്ളത്തിന് തുടങ്ങാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തലയിൽ പാക്കിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇതാണ് എൻ്റെ മുടി, ഫുൾ ഓയിലാണ്. എന്തായാലും ഇത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി എൻ്റെത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇഡ്ഡലിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നല്ല അരച്ച ചിക്കൻ കറിയും ഇഡ്ഡലിയിലൂടെ സാമ്പാർ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കറി, ഇനി മീൻകറി ആണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ചട്നി ആണെങ്കിലും കുഴപ്പമില്ല, ഇഡ്ഡലി ഞാൻ എങ്ങനെ കിട്ടിയാലും കഴിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് നല്ല അരച്ച ചിക്കൻ കറിയോടുകൂടെ തുടങ്ങാം. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞതായതുകൊണ്ട് കുമ്മിണി ഏകദേശം ഒന്ന് ഉറങ്ങേണ്ട മട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവളെ ഞാൻ തൊട്ടിൽ കിടത്തിയിട്ട് അമ്മേനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം എപ്പം കരയെന്ന് പറയാൻ പറ്റില്ല. അപ്പം നല്ലൊരു കരച്ചിൽ വരുമ്പോഴേക്ക് എനിക്ക് തിന്ന് തീരണം. പക്ഷേ എനിക്കിപ്പോൾ ആസ്വദിച്ച് തിന്നാൻ പറ്റാത്തതിൻ്റെ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇങ്ങനെയും ഉണ്ടാവും. കുറേ സമയമെടുത്ത് ടി വിയുടെ മുന്നിലിരുന്ന് സിനിമയൊക്കെ കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ റീൽ ഊത്തിക്കൊണ്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഞാൻ എത്ര പെട്ടെന്ന് കഴിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കഴിക്കാനൊക്കെ നോക്കുന്നത്. അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ മുട്ട കഴിക്കാറുണ്ട്. ഇന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത്ര ലേറ്റ് ആകുമ്പം ഗ്യാസ് കയറുന്ന പ്രശ്നം എന്ന് വെച്ചെങ്കിൽ നല്ല രാത്രി നല്ല വിശന്നാലും ഞാൻ പോയി എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പം ഏതൊക്കെ സമയത്താണോ ഫീഡിങ്ങിന് എണീക്കുന്നത് ആ സമയത്ത് നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സോ ഡേറ്റ്സോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കും. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഗ്യാസായിട്ടുള്ള പ്രശ്നം ഇതുവരെ വന്നു. അപ്പോൾ ഇതാണ് അമ്മമ്മയും മോളും അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പം അടുത്ത കരച്ചിലാകുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ദൈവൾ വീണ്ടും എണീച്ചിട്ടുണ്ട്. അടുത്ത ഫീഡിങ് സെക്ഷൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേ സമയം ഇരിക്കും, വെറുതെ ഇരിക്കും. അപ്പം നമ്മളിങ്ങനെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിരിക്കും. ചിലപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും, ചിലപ്പോൾ നല്ലതിൽ പാൽ കുടിച്ചുറങ്ങും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നല്ല മൂഡിലാണ്. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറയുന്നതൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇവളിതെന്താണാവോ പറയുന്നതെന്നായിരിക്കും ഇവൾ വിചാരിക്കുന്നത്. ഇന്ന് വേഗം കുറച്ച് പാൽ കുടിക്കാൻ എന്തൊക്കെ കേൾക്കണം എന്നായിരിക്കും ആ എക്സ്പ്രഷൻ്റെ. ഇതാണ് അവളുടെ ഉറങ്ങുന്ന സ്ഥലം. ഇവിടെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, പിന്നെ ആട്ടിക്കൊടുക്കാനും കരയുമ്പോൾ നോക്കാനും. അപ്പം ഞാൻ നടുക്ക് അങ്ങോട്ട് വെക്കും. പിന്നെ ഞാൻ എൻ്റെ ചോറ് തിന്നാൻ പോയി. അപ്പോൾ എനിക്ക് ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട സമയം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ഞാൻ എന്തായാലും ഇവളെ കൊണ്ടുപോകുന്നില്ല. ഇവളെ വീട്ടിൽ നിന്ന് അമ്മ തന്നെയാണ് കുളിപ്പിക്കാറ്. ആ സമയമാകുമ്പോഴേക്ക് ഇവളൊന്ന് സെറ്റാക്കി എടുത്തിട്ട് പാലൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം കരഞ്ഞിട്ട് ഞാനില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമായിരിക്കും. അപ്പം അങ്ങനെ ചെയ്ത് നോക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ കൊണ്ടുപോയി. അപ്പം അവൾക്ക് അവിടെ നിന്ന് കുളിപ്പിക്കുന്നത് ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ അമ്മ എന്നെ കുളിപ്പിക്കട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം അലങ്കോലമായിരിക്കുന്ന എൻ്റെ ബെഡ്. അപ്പം സാധനമെല്ലാം പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ ഞാനായിരിക്കുമല്ലോ എടുക്കുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അമ്മയാണല്ലോ എടുക്കുക. അപ്പം ഞാൻ വിചാരിച്ച സാധനങ്ങളൊക്കെ അടക്കി പെറുക്കി വെക്കാം. ക്യാഡി ബാഗ് ഉണ്ടെന്നേ ഉള്ളൂ, അതിൽ ഫുൾ വാരി വലിച്ചിട്ടിട്ടുള്ളത്. മിക്ക നൈറ്റും എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. ഈ ബെഡ് ഫുൾ എനിക്കാണ്, അതുകൊണ്ട് ആരും കിടക്കാത്തതുകൊണ്ട് ഞാൻ ബെഡിലും എല്ലായിടത്തും സാധനം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അടക്കി പെറുക്കിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പം ഇന്ന് മെയ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പോയി, അതായത് ക്ലിനിക്കിൽ പോയി സർവീസ് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഒരു 1-2 hours മാക്സിമം പോയാൽ 2 hours എനിക്ക് തിരിച്ചു വരാം. അപ്പോൾ പോവുക, പിന്നെ ഹെഡ് പാക്ക് ഇടും, അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇടും, പിന്നെ ഓയിൽ മസാജൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ബോഡി ഫുൾ ഓയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ കുളി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക മുടിയൊക്കെ നന്നായിട്ട് റെഡിയാക്കിയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു സമയം ഏകദേശം ഒരു 1.5 hours മിനിമം എടുക്കും. അപ്പം അതാണ് ടൈം സ്പാൻ വരുന്നത്. ഞാൻ 21 days പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വഴിയെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ മൊത്തത്തിലൊരു റിഫ്രഷ് ആവുമെന്ന് തോന്നുന്നുണ്ട്. ബോഡിക്കാണെങ്കിലും ഇനി എക്സ്ട്രാ വെച്ച നീരും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ കുറേ കാര്യങ്ങൾ. അപ്പം കഷായവും അരിഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ എന്തായാലും ഇത് ഇന്ന് ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് നാളെ നമ്മൾ സങ്കടപ്പെടേണ്ട. അതുകൊണ്ട് ഞാൻ ഇന്ന് മാക്സിമം സ്റ്റിച്ചൊക്കെ ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 1 month ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തൊക്കെ മാറ്റേണ്ടതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ 21 days പാക്കാണ് എടുത്തത്. അപ്പോൾ ബാഗിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഏകദേശം എല്ലാ സാധനത്തിനും
ചുറ്റുമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സും ഡയപ്പേഴ്സും ക്രീമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൈയിട്ടാൽ മതി. അപ്പോൾ എന്തായാലും ബാഗ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് മുടി ഇങ്ങനെ ഓയിലി ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ ഷാമ്പു ഇട്ട് കളയലാണ്, പക്ഷേ ഇപ്പം ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അവിടെ നിന്നൊരു ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭയങ്കര എന്താ പറയുക, പാറി നിൽക്കുന്ന ടൈപ്പൊന്നുമല്ല. അപ്പം എന്തായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ. അപ്പം ഇവളെന്തായാലും ഇവിടെ ഉറങ്ങുന്നുണ്ട്. ആൻഡ് ഈ തൊട്ടിലിൻ്റെ കാര്യം, ഈ തൊട്ടിൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ക്രിബ് ആൻഡ് കോ എന്ന പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ലൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് ഫോൾഡബിൾ ഹാങ്ങർ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഹാങ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും സാധനം ഇഷ്ടമായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ലിങ്ക് നോക്കിയാൽ മതി. അപ്പം എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഒരു ഡ്രസ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ കുളിക്കാൻ പോവുകയാണല്ലോ. കുളിക്കാൻ പോകാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഇപ്പോൾ സ്പാ ചെയ്യാൻ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. ആദ്യം അല്ലെങ്കിൽ അച്ഛനാണ് എന്നെ കൊണ്ടുവിടൽ. അപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കുളിച്ച മുഖമാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അപ്പം തല നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. മിക്കവാറും നീരിറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ നല്ല തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. കാരണം അപ്പം ഞാൻ തോർത്ത് കൈ തന്നെ വെക്കും. കാരണം നന്നായിട്ട് തോർത്തിട്ടില്ലെങ്കിൽ അടുത്ത പണി കിട്ടും. വെറുതെ എന്തിനാണ്. അപ്പം എന്നെ കൂട്ടാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം 1.5 hours എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം കൂടി 2 hours ഞാൻ വീട്ടിലെത്തും. അപ്പം ആ ഒരു ഗ്യാപ്പിൽ അവൾ ഉറങ്ങുന്നുണ്ടാവും. കുഴപ്പമൊന്നും ആക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് വന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ഓപ്റ്റ് ചെയ്തത് ഇതൊന്നാണ്. കാരണം വന്ന് പോകുമ്പോൾ നമുക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമാണ്. അങ്ങനെ എൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പോവുകയാണ്. ഇനി വീട്ടിലെത്തി കുമ്മിണിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കണം. ഇനി അവൾ എന്നിട്ടാണ്, ഞാൻ വന്നിട്ടാണ് കുളിക്കാറ്. അവളുടെ സമയം വൈകുന്നേരമാണ്. അപ്പം നല്ല കരച്ചിലാണ് ആദ്യമൊക്കെ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ചില സമയം ഭയങ്കര ആസ്വദിച്ചിരിക്കും എണ്ണ തേക്കുമ്പോഴൊക്കെ. പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാൽ അവളൊന്ന് സെറ്റ് ആവും. എത്ര സമയം കുളിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ അത്രയും സന്തോഷമാണ്. കുളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നല്ല ഉറക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പം ആ ഉറക്കിലേക്ക് പോകുന്ന കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ്. പാലൊക്കെ കുടിച്ച് ഭയങ്കര സെറ്റായി. ആൻഡ് എൻ്റെ കലാവിരുതുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട്